വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പച്ചക്കറിയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത്? ഈ വിഷരഹിതമായി പച്ചക്കറികളുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി ഇവിടെയുള്ളൊരു വലിയൊരു മാർക്കറ്റിനെ കണക്കാക്കി പുറം നാടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ശീലമായി മാറിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു വിഷരഹിതമായി പച്ചക്കറികൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നൊക്കെ പറയുകയുണ്ടായെങ്കിലും പ്രത്യേകിച്ചും കാർഷിക സർവകലാശാലയുടെ ലാബുകളിൽ ഇത് പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധിക്കുമ്പോൾ കാണുന്നതെല്ലാം അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിൽ കീടനാശിനികളും മറ്റും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ അത്തരമൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തദ്ദേശീയമായി തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴങ്ങളുമെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. വിഷരഹിതമായ ഉൽപ്പാദനം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ സർട്ടിഫിക്കേഷൻ അത് വേറെ സ്വകാര്യ ഏജൻസികളും മറ്റുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സമയറ്റിയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ആ സർട്ടിഫിക്കേഷൻ നൽകുന്നതിലേക്ക് എത്തുകയും ചെയ്തു. അതിന് കൂടുതൽ മാർക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനെല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക തന്നെ ചെയ്യും.